ഈ മുഖം മൂവി റിവ്യൂ. എന്തൊക്കെ സംഭവിച്ചാലും ഫൈനലി സോൾമേറ്റ്സ് തമ്മിൽ ഒന്നിക്കും. സാൻഡ് ആർട്ടിസ്റ്റായ നിത്യ, നമിത പ്രമോദ്, സഹോദരി സൗമ്യ സദാനന്ദൻ എന്നിവർ അച്ഛനമ്മമാർ മരിച്ച ശേഷം ഒരുമിച്ചാണ് താമസം. ഒരിക്കൽ ഷോ കഴിഞ്ഞു മടങ്ങുമ്പോൾ ഉണ്ടാകുന്ന അപകടത്തിൽ നിത്യ അപൂർവ അസുഖത്തിന് അടിമയാകുന്നു. അപകടം നടക്കുന്നതുവരെയുള്ള കാര്യങ്ങൾ അവൾക്ക് ഓർമ്മയുണ്ടാകും. എന്നാൽ അന്നുള്ള കാര്യങ്ങൾ മാത്രമേ അപകടശേഷം അവൾ ഓർക്കുകയുള്ളൂ. ഗൗതം, വിനീത് ശ്രീനിവാസൻ ഇംഗ്ലണ്ടിൽ നിന്ന് MBA കഴിഞ്ഞെത്തി അമ്മയെ ബിസിനസ്സിൽ സഹായിക്കുകയാണ്. ഭർത്താവ് ആത്മഹത്യ ചെയ്ത ശേഷം വസുന്ധര, രോഹിണിയാണ് ആയുർവേദ ബിസിനസ് വളർത്തിയത്. അവരുടെ അമ്മ ലക്ഷ്മി നോവലുകൾ വായിച്ച് വീട്ടിലിരിക്കുന്നുണ്ട്. ഓർമ്മശേഷി വർദ്ധിപ്പിക്കാനൊരു മരുന്ന് വിപണിയിലിറക്കാൻ പോവുകയാണ് അവർ. എന്നാൽ മറവി അധികമായ ഗൗതം പുതിയ പ്രൊജക്ട് ലോഞ്ച് ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നു. എപ്പോഴും കൂട്ടായി അവനോടൊപ്പം അപൂർവ, അജു വർഗീസ് ഉണ്ടാകും. അമ്മാവന്റെ മകളെ കൊണ്ട് മുക്ത, ഗൗതമിനെ കല്യാണം കഴിപ്പിക്കാനാണ് അമ്മയുടെ ശ്രമം. അതിൽ നിന്ന് രക്ഷപ്പെടാൻ തനിക്കൊരു കാമുകിയുണ്ടെന്നും അവളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പോവുകയാണെന്നും പറഞ്ഞ് ഗൗതം വീട്ടിൽ നിന്നിറങ്ങുന്നു. കോഫി ഷോപ്പിൽ വെച്ചാണ് അവൻ നിത്യയെ പരിചയപ്പെടുന്നത്. അന്ന് മുഴുവൻ അവർ രണ്ടുപേരും ഒന്നിച്ചു കഴിയുന്നു. രണ്ടുപേർക്കും ഏറെ സന്തോഷം പകർന്നൊരു ദിവസമായിരുന്നു അത്. എന്നാൽ അടുത്ത ദിവസം അവനെ കണ്ടതായി പോലും അവൾ ഭാവിക്കുന്നില്ല. ഡോക്ടർ മുകേഷ് അവളുടെ അസുഖത്തെക്കുറിച്ച് പറയുമ്പോൾ അവൻ തകർന്നു പോകുന്നു. എങ്ങനെയും അവളുടെ മനസ്സിൽ കയറിക്കൂടാനുള്ള ശ്രമമാണ് പിന്നീട്. അപ്പോഴാണ് ഗൗതമിന്റെ സഹോദരിയുടെ എൻഗേജ്മെന്റ് വരുന്നത്. അതിന് 4 ദിവസം മുൻപ് തന്നെ നിത്യ വീട്ടിൽ വരണമെന്ന് അമ്മ ഗൗതമിനോട് പറയുന്നു. എൻഗേജ്മെന്റിന്റെ കാര്യങ്ങളെല്ലാം അവളെയാണ് അമ്മ ഏൽപ്പിച്ചിരിക്കുന്നത്. എല്ലാം ഓർക്കാൻ ഒരു യന്ത്രവും അവന് വാങ്ങിക്കൊടുക്കുന്നു. എന്നാൽ എൻഗേജ്മെന്റ് ദിവസം കൃത്യമായി ആ യന്ത്രം കേടാകുന്നു. പക്ഷേ ഒരുവിധം കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നു. അന്ന് രാത്രി അവർ യാത്ര പോകുന്നു. പക്ഷെ പിറ്റേന്ന് തിരിച്ചെത്തിയപ്പോഴേക്കും നിത്യ എല്ലാം മറന്നിരുന്നു. ഓർക്കാൻ കയ്യിൽ കൊണ്ടു നടക്കുന്ന ഓർമ്മ പുസ്തകവും കൈവശമില്ല. ഒടുവിൽ രണ്ടുപേരും വേർപിരിയുന്നു. ഗൗതം അമ്മയെ അനുസരിച്ച് ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. പക്ഷെ ഒടുവിൽ അവന് അവളെ തിരിച്ചു കിട്ടുന്നു. നായികയായ നമിത പ്രമോദ്, രോഹിണി, ലക്ഷ്മി, മുകേഷ് എന്നിങ്ങനെ പരിമിതമായ താരങ്ങളാണ് ചിത്രത്തിലുള്ളത്. എല്ലാവരും തന്നെ അവരുടെ കഥാപാത്രങ്ങളെ വളരെ ഭംഗിയായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. സൗമ്യ സദാനന്ദൻ എന്ന പുതുമുഖ നടി അവരുടെ റോൾ ഭംഗിയായി കൈകാര്യം ചെയ്തു. ഓർമ്മയുണ്ടോ ഈ മുഖം പ്രേക്ഷകരെ ബോറടിപ്പിക്കില്ല, അമിതമായി രസിപ്പിക്കുകയുമില്ല. നന്നായി ചെയ്യാവുന്ന ഒരു ചിത്രം തിരക്കഥയുടെ ശക്തിക്കുറവുകൊണ്ട് പലയിടത്തും പാളിപ്പോവുകയാണ്. തട്ടത്തിന് മറയത്ത്, ഓം ശാന്തി ഓശാന എന്നിങ്ങനെയുള്ള പ്രണയ ചിത്രങ്ങളെ അനുകരിച്ച് വിനീത് ശ്രീനിവാസൻ ഒരുക്കാൻ ശ്രമിച്ച ചിത്രമായിരുന്നു ഓർമ്മയുണ്ടോ ഈ മുഖം. I am coming. I am waiting.